സുഹൃത്തുക്കളെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ PWDയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ പബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. ഉടനെ തന്നെ പ്രൊഫൈൽ ആക്റ്റീവ് ആവുന്നതാണ്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ സെപ്റ്റംബർ 3-ാം തീയതി വരെ നമുക്ക് ഈ പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാം. സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് BTech BE ഒക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം കഴിഞ്ഞ തവണ ഇതിൽ നിന്ന് ഒരുപാട് നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത്തവണത്തെ നോട്ടിഫിക്കേഷന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. 180/2025 എന്നുള്ള കാറ്റഗറി നമ്പറിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 180/2025. അപ്പൊ ഈ പരീക്ഷ എന്നാണ് നടക്കുക? അടുത്ത വർഷം 2026 ഈ പരീക്ഷ നടക്കുക. അപ്പൊ നമുക്ക് പഠിക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു 7-8 മാസം നമ്മുടെ മുന്നിലുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട് സാധിക്കും. കോച്ചിങ്ങിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ I+ന്റെ ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഈ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ പരീക്ഷയ്ക്കായിട്ട് വളരെ ചെറിയ ഫീസിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് PWDയിലേക്കുള്ള നിയമനമാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ. സാലറി സ്കെയിൽ ശ്രദ്ധിക്കുക. 55,200 മുതൽ 1,10,000 വരെയുള്ള ഏറ്റവും മികച്ച ഒരു സാലറി സ്കെയിൽ തന്നെയാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു AE സിവിലിന് കിട്ടുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നമ്പർ ഓഫ് വേക്കൻസീസ് നിലവിൽ ആന്റിസിപ്പേറ്റഡ് എന്നാണ് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക. 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1985 ജനുവരി 2 മുതൽ ജനിച്ച ആളുകൾക്ക് 2004 ജനുവരി 1 ഈ 2 ഡേറ്റ് ഇൻക്ലൂഡഡ് ആണ്. ഇതിനിടയിൽ ജനിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. SC ST OBC തുടങ്ങിയ റിസർവേഷൻ കാറ്റഗറികൾക്ക് അതിൻ്റെതായ ഏജ് റിലാക്സേഷനും അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്? BTech അല്ലെങ്കിൽ ഡിഗ്രി സിവിൽ എഞ്ചിനീയറിംഗിലെ ബിരുദം ആണ് അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. സെപ്റ്റംബർ 3 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം. അതുവരെ വെയിറ്റ് ചെയ്യേണ്ട, മറന്നുപോകും, അല്ലെങ്കിൽ നമ്മൾ അവസാനം തിരക്കാവും. നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കഴിഞ്ഞ തവണത്തെ നമ്മുടെ നോട്ടിഫിക്കേഷന്റെ നമ്മുടെ അഡ്വൈസ് കഴിഞ്ഞ തവണ 2021 ഇതിനു മുൻപ് അഡ്വൈസ് വന്നത്. 166 വേക്കൻസികളാണ് അതിൽ നിന്ന് ഫില്ല് ചെയ്യപ്പെട്ടത്. 166 പേരെ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ എടുക്കുന്ന വൺ ഓഫ് ദ ലിസ്റ്റുകളാണ് ഈ പറഞ്ഞ അസിസ്റ്റന്റ് എഞ്ചിനീയർ. PWD എന്ന് പറയാം. LSTD AE ഒക്കെ ഇതുപോലെ ഇതിനേക്കാളും ഒക്കെ നിയമനങ്ങൾ നടക്കാറുണ്ട്. PWDയും അത്യാവശ്യം നല്ല നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പൊ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ജോലി ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. 2021 വന്ന റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ I+നൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്പെർട്ട് ഫാക്കൽറ്റികൾ നയിക്കുന്ന ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ലൈവ് സെഷൻസ് ഉൾപ്പെടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫുൾ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് സീരീസുകളും മോക്ക് ടെസ്റ്റുകളും ഒക്കെ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ഗൈഡൻസും മോട്ടിവേഷനും എല്ലാ ദിവസവും നമ്മൾ വെറുതെ കോഴ്സ് തന്നിട്ട് പോകുന്ന ആളുകളല്ല. നിങ്ങൾക്ക് പരീക്ഷയുടെ അന്ന് വരെ നിങ്ങൾക്കൊപ്പം നമ്മൾ ഉണ്ടാവും. ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു മെന്റർ ഉണ്ടാവും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവരോട് ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഇതിനു മുൻപ് നമ്മുടെ ടെക്നിക്കൽ PSC എക്സാംസിൽ വാട്ടർ അതോറിറ്റിയിലും അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷയിലും ഒക്കെ ഉയർന്ന റാങ്കുകൾ നേടിയ ഒട്ടേറെ ഉദ്യോഗാർത്ഥികളുണ്ട്. അതേ ക്വാളിറ്റിയുള്ള അതേ നിലവാരമുള്ള ക്ലാസ്സുകൾ തന്നെയാണ് നിങ്ങൾക്കായിട്ട് I+ പ്രൊവൈഡ് ചെയ്യുന്നത്. അതും വളരെ ചെറിയ ഫീസിൽ ഇപ്പോൾ എൻറോൾ ചെയ്യാം. അപ്പോൾ ഒട്ടും വൈകണ്ട. കോഴ്സിന്റെ വിശദാംശങ്ങൾ അറിയാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ Google ഫോം ഫില്ല് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.